നമ്മൾ മേഘമല എൻട്രി തുടങ്ങി. ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്നാണ് മേഘമല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക, സഹായിക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചെക്ക് പോസ്റ്റ് കിടക്കുകയാണ്. പറയണമായിരിക്കും. വണ്ടി ഇങ്ങനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മേഘമല പോകണം. വണ്ടിയിലെ ഒന്നീസ് വാട്ടർ ബോട്ടിൽ പാത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക്സ് ഇരിക്കുന്ന താളക്കലയാണ്. നമുക്ക് കുടിക്കേണ്ട വെള്ളം മാത്രമേ ഉള്ളൂ. അത് കുടിക്കുന്ന വെള്ളം അത്രയും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അത് എടുത്തോ. 3 ബോട്ടിൽ നമ്മൾ കളയാൻ കൊണ്ടുവരണം. നല്ല ഡസ്റ്റ്ബിന്നിലെ പോകണം. പിന്നെ അപ്പോൾ പിന്നെ അവിടെ വെള്ളം കിട്ടുമോ? ആ കടം ഇത് കുപ്പി പ്ലാസ്റ്റിക് അവിടെ ഉണ്ട്. അവിടെ തിരിച്ച് കൊണ്ടുവന്നാൻ പറ്റില്ല. അത് കാലി ബോട്ടിലാണ് കൊണ്ടുപോകാം. അതിനിപ്പോ ബോട്ടില്ല, അത് ഇട എല്ലാം കൂടെ ഒന്നിലാക്കാം. ഓപ്പൺ பண்ணுங்க பார்க்கலாம். ശരി സാർ. ഇവിടെ വണ്ടി உங்க டோக்கன் நம்பர் சொல்லிட்டு போங்க. ഈ കുപ്പിയിൽ വെച്ചു. അങ്ങനെ വായ കിട്ടുന്നത് ഞാൻ മതി തരണം. ഹലോ ഗേസ്, അപ്പോൾ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വാങ്ങിക്കും, വണ്ടി നമ്പർ എഴുതി വയ്ക്കണം, നമ്മൾ തങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ള അറിയിക്കണം. ഇവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ മലയിലോട്ട് കയറുകയാണ്. സ്റ്റാർട്ടിങ് മേഘമല. മേഘമല ഇത് ഇതേപോലത്തെ കുരം കണ്ടിട്ടോ, ഭയങ്കര രസമുള്ള. എന്തായാലും ഇവിടെ ഹലോ ഗൈസ്, ഇവിടെ ഇത്തരം മൃഗങ്ങളെല്ലാം ഉണ്ടെന്നാണ്. ഇതേപോലത്തെ കുരങ്ങ്. അപ്പോൾ അതൊക്കെ എൻ്റെ വയറിൽ കൂടെ കണ്ട പല്ല് മുളച്ച് ഭയങ്കര അതിൻ്റെ കുഞ്ഞാണ് കെട്ടു നിൽക്കുന്നത്. എത്ര കിലോമീറ്റർ നമ്മളിങ്ങനെ വന്നെന്നറിയാമോ? പറഞ്ഞ കാര്യമില്ല. എന്ത് കാര്യമില്ല. ഇതിപ്പോ നമ്മള് വിളിക്കുന്നത് വരില്ല. മല നമ്മൾ മല ഇങ്ങനത്തെ പോകാൻ പറ്റൂ. അതെ എടുത്തോ. മല നമ്മൾ ഇരിക്കുന്നിടത്ത് വരത്തില്ലല്ലോ. നമ്മള് മല ഇരിക്കുന്നിടത്ത് തന്നെ പോകല്ലേ. അപ്പൊ അതുകൊണ്ട് ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ചെറിയ തമാശകൾ പറയുന്നതാണ്. അത് നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ, കാര്യമായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, കേട്ടോ. യാത്ര പോയിട്ടൊക്കെ വരികയാണ്. ഇന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമെന്നോ 6 മണിക്ക് മുന്നേ അവിടെ 6 സൈറ്റ് എന്തോ കാണാനുണ്ട് മലയ്ക്ക് മുകളിൽ. അപ്പോൾ അത് 6 മണിക്ക് മുന്നേ തിരിച്ച് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറിയ ചെക്ക് പോസ്റ്റ് താണ്ടി പോരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നടക്കുമെന്ന് ഇന്നും തോന്നുന്നില്ല. എന്തായാലും അവിടെ ചെന്നിട്ടുള്ള സൗകര്യം പോലെ മറ്റു കാര്യങ്ങൾ, അവിടെ തങ്ങേണ്ട ഇടങ്ങളുണ്ട്, സർക്കാരിൻ്റെ ഇതുകൊണ്ട് അല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കാം അല്ലേ. സൗണ്ട് ഫോൺ അടിക്കാൻ പറഞ്ഞിരിക്കുന്നതാണോ? അടിക്കില്ലെന്നാണോ? അടിക്കണമെന്ന് പറയണേ.
വണ്ടി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഞാൻ ചോദിച്ചത്. കാരണം മൃഗങ്ങളുള്ള ഏരിയയിലൊക്കെ സാധാരണ സൗണ്ട് പാടില്ല, ഹോൺ അടിക്കുന്നതാണ് പറഞ്ഞത്. മേഘമല ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെയും കോട എല്ലാം കുറവാണ്, കോടമഞ്ഞുണ്ട്. മുകളിലത്തെ മലയുടെ മുകളിലെത്തുമ്പോൾ നമുക്ക് അറിയാം ശരിക്കും എത്രത്തോളം കോട ഉണ്ടെന്ന്. കോട അറിയാൻ പറ്റൂ. പിന്നെ കൂടുതൽ കോട ഇറങ്ങിയാലും നമുക്ക് പ്രദേശം ഇങ്ങനെയുള്ള എല്ലാം മാറ്റി തീരില്ല, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയില്ല. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന കോട ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ള കോട ഉണ്ടെങ്കിൽ നമുക്കതൊരു വൈകിട്ടും നമുക്കറിയാൻ പറ്റും. കുരങ്ങന്മാരും എല്ലാം നടന്നോടെ ഇരിക്കുകയാണ്. അവിടെ നമ്മൾ വളരെ സ്പീഡ് കുറച്ച് തന്നെ പോകണം, ഇല്ലെങ്കിൽ അവരെ അടുത്ത് ചാടുകയല്ല ചെയ്യിക്കും നമ്മളെ വണ്ടി. ഇത് അപ്പോൾ നമുക്കത് നമുക്ക് കേസുണ്ടാവും എന്നൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ സ്ലോവിലാണ് ഈ ഭാഗം വരുമ്പോൾ വണ്ടി ഓടിക്കുന്നത്. പ്രത്യേകിച്ച് അവർ ഇങ്ങനെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നതായിട്ട് കാണാം. ആനയുടെ ഈ കുരങ്ങ് ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ പുലി ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് പുലിയെ ആവശ്യമില്ല, വണ്ടിക്കകത്തിരുന്ന് കണ്ടാൽ മതി. അല്ല വേറെ നമുക്ക് ഇറങ്ങി കാണേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഭയമാണ് ഇതെല്ലാത്തിനും. പിന്നെ ബെന്റ് കണ്ട ഈ പക്ഷി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പക്ഷി ഇതിന്റെ പേരെന്തുവാ? വേഴാമ്പൽ. വേഴാമ്പൽ. എന്തായാലും ഇത്രയും വലിയ മലയുടെ മുകളിൽ ഇത്രയും ജീവികളൊക്കെ സ്വൈരവിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ളതുകൊണ്ടായി നിങ്ങൾ ഇവിടെ തന്നെ കാണും.